ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പം ഈ കേട്ട എന്താണെന്നറിയോ, സ്ഥലത്ത് തെറ്റി ഇറങ്ങിയതുകൊണ്ടുള്ള ചീത്താട്ടാണ് കേട്ടോ അത്. പിന്നെ ഞാനും അമ്മയും കുട്ടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഗോപുരത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ്. പിന്നെ ഇവിടെ ക്യാമറ ഒന്നും അങ്ങനെ യൂസാക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇന്ന് കല്യാണങ്ങളൊക്കെ പൊതുവെ കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ കുറേ ഉണ്ടാവാറില്ല കല്യാണം. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഫ്രണ്ടിലേ നമ്മൾ ഊരി കിട്ടും. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ കണ്ട ആൾക്കാരെയൊക്കെ ഓരോ കമൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്തിനും വരികയാണല്ലോ, വരി നിന്ന് അയ്യോ ഭയങ്കര വരിയാണ്. പുട്ടുവിനൊക്കെ അവസാനം വയ്ക്കും ഭ്രാന്ത് വന്ന് തുടങ്ങിയിട്ട് അമ്മ അങ്ങനെ വരിയിൽ നിൽക്കേണ്ടിയായിരുന്നു, ഒന്ന് കഴിയുമ്പോൾ ഒരു വരി അങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടുവിനെ കൊണ്ട് ഇടിപ്പിച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ അത്. ഇതൊക്കെ ഇട്ടുണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അമ്മ പായസത്തിൻ്റെ ഒരു വഴിപാടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പായസം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട്, അപ്പോൾ അമ്മേനെ പായസം വാങ്ങാൻ വേണ്ടി നിർത്തിക്കാണ്. എന്തോരം വലിയ ക്യൂ ആണെന്നറിയോ അത്, അയ്യോ. അങ്ങനെ റെസീപ്റ്റ് ഇതാണ് കേട്ടോ. റെസീപ്റ്റും കൊണ്ട് പായസം വാങ്ങാനായിട്ട് പോയിട്ടാ. പിന്നെ അത് ആ പായസം കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ അത്. നല്ല ചൂടുണ്ടെന്ന് പറയണം അമ്മ. ഒരു നെയ്പായസം പിന്നെ ഒരു പാൽപ്പായസമാണ് കേട്ടോ. എനിക്ക് പൊതുവെ നെയ്പ്പായസമാണ് ഇഷ്ടം, എനിക്ക് പാൽപ്പായസം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ പോയത്. അപ്പോൾ ഇതന്നെ നേരെ പൊട്ടിച്ച് കഴിച്ചിട്ട് അപ്പോഴേക്ക് നല്ല വിശപ്പായേ. പിന്നെ അവസാനം കുഞ്ഞ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ പുറത്തായതുകൊണ്ട് നമുക്ക് നക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ, വീട്ടിലാണെങ്കിൽ നമുക്ക് നക്കിയെടുക്കായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ പഞ്ചർ പകുതി ഇളകി കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ട് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ പോയി വരുമ്പോഴേക്കും എനിക്ക് ഛർദ്ദിക്കാനൊക്കെ മുട്ടിയിട്ടോ. എന്നിട്ട് ഞാൻ നല്ലൊരു ഛർദ്ദിച്ചേ. അതാണ് എൻ്റെ കോലം എങ്ങനെയായത്.